അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യാന്വേഷികളായ സഹോദരങ്ങളെ, ഏത് വിഷയത്തിലും വളരെ വ്യക്തമായ കാഴ്ചപ്പാട് ഉള്ളവരായിരിക്കണം മുസ്ലിമീങ്ങൾ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള അതുല്യമായ ഒരു വേദഗ്രന്ഥം ഏത് വിഷയങ്ങളിലും വ്യക്തമായ മാർഗദർശനം നൽകുന്ന, കാര്യങ്ങളെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വിശുദ്ധ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അവരുടെ കൈകളിലുണ്ട്. അതിൻ്റെ വിശദീകരണമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും പ്രവാചകനിൽ നിന്നുള്ള ഹദീസുകളും പ്രവാചകൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളും അവരുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ഏത് വിഷയങ്ങൾ വന്നാലും അവിടങ്ങളിലെല്ലാം തന്നെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിൽപ്പെട്ടൊരു വിഷയമാണ് ഒരു നാട്ടിലെ ഭരണം. ആ ഭരണം ആരുടെ കൈകളിലാണ്, ആരാണ് നാട് ഭരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് അതിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഭരണം മാറി വരുന്നത്, അത്തരം സന്ദർഭങ്ങളിലൊക്കെ വിശ്വാസികളുടെ നിലപാടെന്താണ്, അവരുടെ വിശ്വാസം എന്താണ്, അവരുടെ പ്രതികരണം എപ്രകാരമായിരിക്കണം, ഇതൊക്കെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഒരു വലിയ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു. ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണം BJP, RSS തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണമാണ്. ഇനി അത് മാറുമോ? ഫാസിസ്റ്റ് ചിന്താഗതിയുള്ള അവർക്ക് തന്നെയാണോ ഭരണം ലഭിക്കുക? അവർക്ക് ഭരണം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ പരിതാപകരമാണോ? മുസ്ലിമീങ്ങൾക്കും അതല്ലാത്തവർക്കുമൊക്കെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുമോ? തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ ചർച്ചകൾ നമുക്ക് പലയിടങ്ങളിലും കാണാൻ സാധിക്കും. അത്തരം ചർച്ചകളൊക്കെ കാണുമ്പോൾ മുസ്ലിമീങ്ങളുടെ നിലപാടെന്താണ്? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ഏത് രാജ്യത്താകട്ടെ അവിടെ ആര് ഭരിക്കുന്നു, ആര് ഭരണത്തിൽ നിന്ന് മാറണം, ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആത്യന്തികമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഏതൊരു റബ്ബിനെയാണോ നമ്മൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്, ഏതൊരു റബ്ബിൻ്റെ സഹായമാണോ നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്, ഏതൊരു റബ്ബിനോടാണോ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനാണ് ഓരോ രാജ്യത്തിലും ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധിപത്യം അല്ലാഹുവിൻ്റെ കൈകളിലാണ്. നാം അങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിലെ 1-ാമത്തെ ആയത്തിൽ അവിടെ നമുക്ക് കാണാൻ കഴിയും, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു. ഏതൊരു രക്ഷിതാവിൻ്റെ കൈകളിലാണോ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധിപത്യമുള്ളത്, അവൻ ഉന്നതനായിരിക്കുന്നു, മഹത്വമുള്ളവനായിരിക്കുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ആധിപത്യം അത് പൂർണ്ണമായും അള്ളാഹുവിൻ്റെ കൈകളിലാണ്. ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി, അതല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യവസ്ഥ, ഒരു സംവിധാനം ഇവിടെ ഭരിക്കുമ്പോൾ ആ സംവിധാനത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം റഹ്മാനായ റബ്ബിൻ്റെ കൈകളിലാണ്. ഭരിക്കുന്ന വ്യക്തിയെ നിയന്ത്രിക്കുന്നതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹുവിൻ്റെ അടിമകളാണ്. എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്. എത്ര വലിയ ക്രൂരനാകട്ടെ, എത്ര വലിയ നീതിമാനാകട്ടെ, എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്, അവൻ്റെ കീഴിലുള്ളവരാണ്. പ്രപഞ്ചത്തിലെ ഓരോന്നും, അത് നിസ്സാരമായ മണൽത്തരി മുതൽ വലിയ മഹാഗോളങ്ങൾ വരെ, നക്ഷത്രഗോളങ്ങൾ വരെ, ഗാലക്സികൾ വരെ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്, അവൻ്റെ ആധിപത്യത്തിലാണ്. എന്നിരിക്കെ ആ സ്രഷ്ടാവിൻ്റെ യഥാർത്ഥ അടിമകളായ വിശ്വാസികൾ, അവർക്ക് ഈ രാജ്യത്തിലെ ഭരണം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൈകളിലേക്ക് വരുന്നതോ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കൈകളിലേക്ക് വരുന്നതോ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആ ആധിപത്യത്തിൽ അവന് പങ്കുകാരേയില്ല. സൂറത്തുൽ ഇസ്രാ 17-ാം അധ്യായത്തിലെ 111-ാമത്തെ ആയത്തിൽ അത് കാണാം. വഖുലിൽ ഹംദുലില്ലാ, പറയുക സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ ലം യത്തഖിദ് വലദ, അവന് സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല.
വലം യകുല്ലഹു ശരീകുൻ ഫിൽ മുൽക്ക്, ആധിപത്യത്തിൽ അവന് ഒരു പങ്കുകാരുമില്ല. അപ്പോൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ആധിപത്യത്തിൽ, ഭൂമിയുടെ ആധിപത്യത്തിൽ, ആകാശലോകങ്ങളുടെ ആധിപത്യത്തിൽ അള്ളാഹുവിന് വേറെ പങ്കാളികളില്ല. ഒരു പങ്കാളികളുമില്ലാത്ത എല്ലാ നിലക്കും ആധിപത്യം അള്ളാഹുവിൻ്റെ കൈകളിലാണ്. അതാണ് നാം എപ്പോഴും ചൊല്ലാറുള്ള, വിശ്വാസികൾ ചൊല്ലാറുള്ള ദിക്റിൽ എന്താണുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല, അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല. ലഹുൽ മുൽക്കു, എല്ലാ ആധിപത്യവും അവൻ്റെ കൈകളിലാകുന്നു. ആ ആധിപത്യം ഏതൊക്കെയാണ്? പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ലഹു മുൽക്കു സമാവാതി വൽ അർദ്. അള്ളാഹുവിൻ്റെ ആധിപത്യം എന്ന് പറയുന്നത് ആകാശഭൂമികളുടെ മൊത്തത്തിലുള്ള ആധിപത്യമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധിപത്യമാണ്. ഓരോ സൃഷ്ടികളുടെ മേലും അള്ളാഹുവാണ് അധിപനായി നിലകൊള്ളുന്നത്. എന്നിരിക്കെ വിശ്വാസികൾ അവർ വളരെ വ്യക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും ഇത്തരം അറിവുകൾ കൊണ്ട് സമാധാനമടയുകയും ചെയ്യേണ്ടുന്ന ആളുകളാണ്. മാത്രമല്ല, ഓരോ നാട്ടിലും ആർക്കൊക്കെയാണ് ഭരണം, ആരാണ് ഭരിക്കേണ്ടത്, അത് തീരുമാനിച്ച് ആ ഭരണം നൽകുന്നത് പോലും ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലു ഇമ്രാൻ 26-ാമത്തെ ആയത്ത് നോക്കൂ. വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന വളരെ ശ്രദ്ധേയമായൊരു പ്രാർത്ഥനയിൽ എന്താണുള്ളത്? ഖുൽ, നബിയെ പറയുക, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, അല്ലാഹുവേ, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി, എല്ലാ ആധിപത്യത്തിൻ്റെയും ഉടമസ്ഥനായ അല്ലാഹുവേ. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വിഷയങ്ങളിൽ അവർക്ക് ആധിപത്യവും അധികാരവും നൽകിയിട്ടുണ്ട്. ഓരോ വ്യക്തികൾക്കും കുടുംബത്തിൽ, സമൂഹത്തിൽ, രാഷ്ട്രത്തിൽ, സ്വത്തിൽ, മണ്ണിൽ, സമ്പത്തിൽ, എല്ലാറ്റിലും ആധിപത്യം നൽകിയിട്ടുണ്ട്. എന്നാൽ ആ ആധിപത്യമൊക്കെ ആരാണ് നൽകുന്നത്? അല്ലാഹുവാണ്. അതുകൊണ്ട് എല്ലാ ആധിപത്യം നൽകപ്പെട്ടവരുടെയും അധിപനായിട്ടുള്ളവൻ, അതാണ് മാലിക്കുൽ മുൽക്ക് എന്ന് പറയുന്നത്. തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് ആധിപത്യം നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ ഭരണാധികാരം, ആധിപത്യം എടുത്തു കളയുകയും ചെയ്യുന്നു. അപ്പോൾ ഒരാളെ അധിപനാക്കുന്നത്, ഒരാളെ രാജാവാക്കുന്നത്, ഒരാളെ ഭരണാധികാരിയാക്കുന്നത് അള്ളാഹു അവൻ്റെ തീരുമാനപ്രകാരമാണ്. ആർക്കെങ്കിലും ഭരണം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ആ ഭരണം ഒരു ടീമിന് നഷ്ടപ്പെടുന്നത്, മറ്റൊരു ടീമിന് ലഭിക്കുന്നത്. അതിലൊക്കെ അള്ളാഹുവിന് അവൻ്റേതായ മശീഅത്തുണ്ട്, ഉദ്ദേശമുണ്ട്. വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പ്രതാപം നൽകുന്നു, വേറെ ചില ആളുകൾ അള്ളാഹു നിന്ദ്യരാക്കുന്നു. ബിയദിക്കൽ ഖൈർ, അള്ളാഹുവേ, നിൻ്റെ കൈകളിലാണ് എല്ലാ ഖൈറുമുള്ളത്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിശ്ചയം നീ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. അതുകൊണ്ട് ഒരാൾക്ക് ആധിപത്യം നൽകുന്നതും ഒരാളിൽ നിന്ന് അത് എടുത്തു കളയുന്നതും, ഒരു ടീമിന് ഭരണം കൊടുക്കുന്നതും മറ്റൊരു ടീമിൽ നിന്ന് ഭരണം എടുത്തു മാറ്റുന്നതുമൊക്കെ അള്ളാഹു അവൻ്റെ തീരുമാനപ്രകാരം ചെയ്യുന്നതാണ്. അള്ളാഹുവാകട്ടെ, സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ ഒരുപാട് അസ്മാഉകൾ, ആ അസ്മാഉകളിൽ അഥവാ പേരുകൾ, ആ പേരുകളിൽ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങൾ, സിഫാത്തുകൾ, ഇതൊക്കെ മനസ്സിലാക്കിയവരാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടവരാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ മനസ്സുകളിൽ നിന്ന് എല്ലാ നിലക്കുമുള്ള ടെൻഷനുകളും ആകുലതകളും വേവലാതികളും ഇല്ലാതെയാകും. അതിൽ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അർ റഹ്മാൻ, പരമകാരുണികനാണ്. അങ്ങേയറ്റം സൃഷ്ടികളോട് കരുണ കാണിക്കുന്ന അള്ളാഹുവിനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആധിപത്യം, ഭൂമിയുടെ ആധിപത്യം, ഓരോ നാടിൻ്റെയും ആധിപത്യം. അപ്പോൾ പരമകാരുണ്യകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു ജനവിഭാഗത്തിന് ഭരണം കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു ജനവിഭാഗത്തിൽ നിന്ന് ഭരണം എടുത്തു മാറ്റുന്നുണ്ടെങ്കിൽ അതിൽ അള്ളാഹുവിന് അവൻ്റേതായ ചില തീരുമാനങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ അലീം, എല്ലാം അറിയുന്നവനാണ്. ഇവിടെ നടക്കുന്ന എല്ലാ അക്രമങ്ങളും, എല്ലാ അനീതികളും, എല്ലാ ഗൂഢാലോചനകളും, എല്ലാ കുതന്ത്രങ്ങളും ഇത് അറിയാത്തവനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു അറിയാത്തത് കൊണ്ടാണ് പല ആളുകളും കുതന്ത്രങ്ങൾ മെനയുന്നത് എന്ന് നമ്മൾ വിചാരിക്കരുത്. അവർ തന്ത്രങ്ങൾ മെനയുന്നത്, അവർ അനീതി കാണിക്കുന്നത്, തട്ടിപ്പ് കാണിക്കുന്നത്, വെട്ടിപ്പ് കാണിക്കുന്നത്, ഇതൊന്നും അള്ളാഹു അറിയുന്നില്ല എന്ന് വിചാരിക്കരുത്. അൽ അലീം, അവനെല്ലാം അറിയുന്നുണ്ട്. എന്നിട്ടും അതിവിടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് ആ വിഷയങ്ങളിൽ ചില ഉദ്ദേശങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. എന്നിരിക്കെ ഈ ഭൂമിയിൽ ഒരു അനീതി, ഒരു അതിക്രമം ഇല്ലാതെയാക്കാൻ അള്ളാഹുവിന് കഴിവില്ലാഞ്ഞിട്ടാണോ? അല്ല, മറിച്ച് ആ അക്രമം
നടക്കുമ്പോൾ അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളെ, സൃഷ്ടികളെ, മനുഷ്യരെ അള്ളാഹു അതിലൂടെ പരീക്ഷിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കീമാണ്, അഗാധജ്ഞനാണ്, തത്വജ്ഞനാണ്. ഏത് കാര്യവും ഏത് രൂപത്തിൽ എപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് റഹ്മാനായ റബ്ബിനറിയാം. അള്ളാഹുവിൻ്റെ ഓരോ തീരുമാനങ്ങളിലും അവൻ്റെ ഓരോ ഖദറുകളിലും ഓരോ വിധികളിലും അള്ളാഹുവിന് അവൻ്റേതായ ഹിക്മത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഉള്ളവനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ഇവിടെ സംഭവിക്കുന്നതെങ്കിൽ അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്രൂദ് എന്ന ക്രൂരനായ ഒരു ഭരണാധികാരി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹിമ ഫീ റബ്ബിഹി അൻ ആതാഹുല്ലാഹുൽ മുൽക്ക്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് തൻ്റെ രക്ഷിതാവിൻ്റെ വിഷയത്തിൽ തർക്കം നടത്തിയ ആളെ കണ്ടില്ലേ? അൻ ആതാഹുല്ലാഹുൽ മുൽക്ക്, അവന് ആധിപത്യം നൽകിയത് അള്ളാഹുവാണ്. അപ്പോൾ നമ്രൂദ് എന്ന മോശം ഭരണാധികാരി, ഞാനാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് എന്നുവരെ പറഞ്ഞ ഒരു രാജാവ്, ആ രാജാവിന് പോലും ആധിപത്യം കൊടുത്തത് അള്ളാഹുവാണ്. ഫിറഔനിന് ഭരണം കൊടുത്തത് അള്ളാഹുവാണ്. ലോകത്ത് കടന്നു വന്ന ക്രൂരന്മാരായ ഏതെല്ലാം ഭരണാധികാരികളുണ്ടോ അവർക്കൊക്കെ ഭരണം നൽകിയിട്ടുള്ളത് അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് അവിടങ്ങളിലൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടും നിലപാടുകളും ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ പലതും ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത്, ഒരു പഞ്ചായത്തിൽ, ഒരു സ്റ്റേറ്റിൽ, ഒരു രാഷ്ട്രത്തിൽ ഏതെങ്കിലും വ്യക്തികളുടെ ഭരണം മാറിയാൽ അതോടുകൂടി അള്ളാഹുവിൻ്റെ ആധിപത്യം അവസാനിച്ചു, അള്ളാഹുവിൻ്റെ ഭരണം അവസാനിച്ചു എന്നാരും വിചാരിക്കരുത്. ആ നിലക്ക് പ്രചരിപ്പിക്കാനും പാടില്ല. നമുക്കറിയാമല്ലോ, രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട ദുആകളിൽ എന്താണുള്ളത്? രാവിലെ ആയാൽ അസ്ബഹന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഞങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധിപത്യവും ലോകരക്ഷിതാവായ അള്ളാഹുവിനായിരിക്കുന്നു. വൈകുന്നേരമായാലും അങ്ങനെ തന്നെ, അംസൈന വ അംസൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. അതേപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധിപത്യവും ലോകരക്ഷിതാവായ അള്ളാഹുവിന് തന്നെയാകുന്നു ഈ വൈകുന്നേരവും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഭരണം മാറുന്നില്ല, ഈ പ്രപഞ്ചത്തിൻ്റെ ആധിപത്യം റഹ്മാനായ റബ്ബിൽ നിന്ന് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ BJP ഭരിച്ചാലും ശരി, കോൺഗ്രസ് ഭരിച്ചാലും ശരി, വേറെ ഏത് പാർട്ടികൾ ഭരിച്ചാലും ശരി, ഏകാധിപതികൾ ഭരിച്ചാലും ശരി, സ്വേച്ഛാധിപതികൾ ഭരിച്ചാലും ശരി, അല്ലാത്തവർ ഭരിച്ചാലും ശരി, എല്ലാം തന്നെ അള്ളാഹുവിൻ്റെ ചില തീരുമാനപ്രകാരമാണ് നടക്കുന്നത്. അവിടെ ഓരോ വ്യക്തികളും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു പരിശോധിക്കും. വിശ്വാസികൾ അവർ ക്ഷമ അവലംബിക്കുന്നുണ്ടോ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർ നിർവഹിക്കുന്നുണ്ടോ? ഒരു വ്യക്തി എന്നുള്ള നിലക്ക്, കുടുംബം എന്നുള്ള നിലക്ക്, സമൂഹം എന്നുള്ള നിലക്ക്, അവരിലെ പണ്ഡിതന്മാർ, അവരിലെ വിദ്യാർത്ഥികൾ തുടങ്ങി ഓരോരുത്തരും അവരവരെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കും. പ്രയാസങ്ങളിൽ അവർ ക്ഷമ അവലംബിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുന്നു. അതിക്രമകാരികളായ ആളുകളുടെ അതിക്രമങ്ങൾ വർദ്ധിക്കാനും അവരുടെ പാപങ്ങൾ കൂടുതലായി അവർക്ക് ലഭിക്കുവാനും അവർക്ക് കൂടുതൽ ശിക്ഷകൾ ലഭിക്കുവാനും അള്ളാഹു ഉദ്ദേശിക്കുന്നു. അങ്ങനെ പല നിലക്കുമുള്ള ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക. ഇവിടെ ഭരണവും ആധിപത്യവും അള്ളാഹുവാണ് നൽകുന്നത് എന്നതുകൊണ്ട് മനുഷ്യരെല്ലാം വെറുതെ ഇരിക്കണമെന്നാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത്? അല്ല, മറിച്ച് നമ്മെക്കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിക്രമങ്ങളും അനീതിയും ഇല്ലാത്ത ഒരു ഭരണമുണ്ടാകുവാൻ വേണ്ടി മനുഷ്യൻ എന്താണോ പ്രവർത്തിക്കേണ്ടത് അതൊക്കെ വിശ്വാസികൾ പ്രവർത്തിക്കണം, ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ. എന്നാൽ അവരുടെ അധ്വാനങ്ങൾക്കും പരിശ്രമങ്ങൾക്കും ശേഷവും ഒരു വേള അവർക്ക് വെറുപ്പായി തോന്നുന്ന, പ്രയാസമായി തോന്നുന്ന വല്ല കാര്യങ്ങളും സംഭവിച്ചാൽ അറിയുക, അത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം സംഭവിക്കുന്നതാണ്. അതിനോട് വെറുപ്പോ പ്രയാസമോ തോന്നേണ്ടതില്ല, ഭീതിയോ ഭീരുത്വമോ കാണിക്കേണ്ടതില്ല. അള്ളാഹു അവൻ്റെ തീരുമാനത്തിൽ ഹിക്മത്തുള്ളവനാണ്, അവനെല്ലാം അറിയുന്നവനാണ്, അവൻ പരമകാരുണ്യകനാണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ പല നിലക്കുമുള്ള അതിക്രമങ്ങളും അനീതികളും കാണിക്കുന്ന ആളുകളും അത് കാണുമ്പോൾ മറ്റുള്ള ആളുകളും വിചാരിക്കരുത് അവർ അള്ളാഹുവിനെ തോൽപ്പിച്ച് കളഞ്ഞു, അല്ലെങ്കിൽ അള്ളാഹു തോറ്റുപോയി എന്ന്. സൂറത്തു ഫാത്തിറിലെ 44 അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമാ കാന അല്ലാഹു ലിയുഅ്ജിസഹു മിൻ ശൈഇൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ് ഇന്നഹു കാന അലീമൻ ഖദീറ. നോക്കൂ, വമാ കാന അല്ലാഹു ലിയുഅ്ജിസഹു മിൻ ശൈഇൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശങ്ങളിലോ ഭൂമിയിലോ അള്ളാഹുവിന് ആരും തോൽപ്പിച്ച് കളയുകയില്ല. ഒരാൾക്കും അള്ളാഹുവിനെ തോൽപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ അള്ളാഹു തോറ്റുപോയത് കൊണ്ടല്ല അതിക്രമകാരികൾ അതിക്രമം കാണിക്കുന്നത്, അനീതി കാണിക്കുന്നത്, തോന്നിവാസങ്ങൾ കാണിക്കുന്നത്, ഒരു ജനതയെ അടിച്ചമർത്തുന്നത്, അവരെ ഭീഷണിപ്പെടുത്തുന്നത്, അവരെ കൊന്നുകളയുന്നത്, ഇതൊക്കെ അള്ളാഹു തോറ്റുപോയത് കൊണ്ടല്ല.
മറിച്ച് അതിലൂടെ അള്ളാഹു ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നഹു കാന അലീമൻ, തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. ഇതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്. ഖദീറൻ, അവൻ കഴിവുള്ളവനുമാണ്. ജനങ്ങളെ അതിൽ നിന്ന് തടയാനും അതിക്രമകാരികളെ പിടിക്കാനും അള്ളാഹു കഴിവുള്ളവനാണ്. പക്ഷേ അതിനൊക്കെ അള്ളാഹു ചില നിശ്ചിതമായ സമയങ്ങളും സന്ദർഭങ്ങളും സംവിധാനങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ, അതിക്രമകാരികൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണ് എന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ, കണ്ണുകൾ പുറത്തേക്ക് തള്ളിപ്പോകുന്ന ഒരു ദിവസത്തേക്ക് അള്ളാഹു അവർക്കുള്ള ശിക്ഷ മാറ്റിവെക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു ഒരു നിലക്കും അശ്രദ്ധനല്ല. മറിച്ച് അള്ളാഹു അടിമകളെ പരിശോധിക്കുന്നു. അവരുടെ ക്ഷമ, അവരുടെ വിശ്വാസം, അവരുടെ തൻ്റെടം, അള്ളാഹുവിലുള്ള അവരുടെ തവക്കുൽ തുടങ്ങി അവർ ഏതൊക്കെ നിലക്കാണ് കാര്യങ്ങളെ വിലയിരുത്തുന്നതും സമീപിക്കുന്നതും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പരിശോധിക്കും, പരീക്ഷിക്കും. അതിനനുസരിച്ചുള്ള പരീക്ഷണങ്ങൾ ലോകത്തുണ്ടാവുകയും ചെയ്യും. സൂറത്തുൽ അൻകബൂത്തിലെ ആദ്യ ആയത്തുകളിൽ അള്ളാഹു അത് വിശദീകരിക്കുന്നുണ്ട്. അലിഫ് ലാം മീം അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം അള്ളാഹു നിങ്ങളെ വെറുതെ വിട്ടേക്കുമെന്ന് വിചാരിച്ചോ? മുഅ്മിനായി കഴിഞ്ഞാൽ, മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ ഒരു പരീക്ഷണവുമില്ല, വളരെ സമാധാനം, എവിടെയും ഒരു പ്രശ്നവുമില്ല, എല്ലാ ഘട്ടത്തിലും അള്ളാഹു അവരെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. ആ നിലക്ക് നിങ്ങൾ വിചാരിക്കുകയാണോ? പരീക്ഷണമൊന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടാകുമെന്ന് വിചാരിക്കുകയാണോ? എന്നാൽ അങ്ങനെയല്ല. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹു അല്ലദീന സ്വദഖൂ വലയഅലമന്നൽ കാദിബീൻ. അപ്പോൾ സത്യസന്ധരെയും കളവ് പറയുന്നവരെയും അള്ളാഹു വേർതിരിച്ച് അറിയുക തന്നെ ചെയ്യുമെന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ കൊണ്ടുവരുന്നത് ആരൊക്കെയാണ് സത്യം പറയുന്നത്, സത്യവിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നത്, ആരൊക്കെയാണ് കപടവിശ്വാസികളായിട്ടുള്ള ആളുകൾ, കളവ് പറയുന്ന ആളുകൾ, ശരിയായ വിശ്വാസമില്ലാത്തവർ, ഇവരെയൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങളും യുദ്ധങ്ങളും കെടുതികളുമൊക്കെ ഉണ്ടാകുമ്പോഴേക്ക് ആരാണോ അള്ളാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് അങ്ങനെയൊന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ നിന്നും മതത്തിൽ നിന്നും പുറകോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്നത് ആരാണ്? ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുന്നതാണ്. അതേസമയത്ത് വിശ്വാസികളെ ഉപദ്രവിക്കുന്ന, അവരെ പരീക്ഷണത്തിന് വിധേയമാക്കുന്ന ആളുകളോടും അള്ളാഹു പറയുന്നത് അമഹസിബല്ലദീന യഅമലൂന സയ്യിആതി അൻ യസ്ബിഖൂന, തിന്മകൾ പ്രവർത്തിക്കുന്ന, അനീതി കാണിക്കുന്ന ആളുകൾ വിചാരിച്ചു അവർ നമ്മെ തോൽപ്പിച്ച് കളയുമെന്ന്. സഅ മാ യഹ്കുമൂൻ, അവർ വിധിക്കുന്നത് എത്ര മോശമാണ്. അപ്പോൾ അതിക്രമകാരികൾ ഒരിക്കലും വിചാരിക്കരുത് അവർ അള്ളാഹുവിനെ തോൽപ്പിച്ച് കളഞ്ഞു, ആധിപത്യം ഇനി അവർക്കാണ്, അവരുദ്ദേശിക്കുന്നതൊക്കെ നടപ്പിലാക്കാമെന്ന്. ഇല്ല, സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ ആളുകളെയും പിടികൂടേണ്ടുന്ന സന്ദർഭങ്ങളിൽ പിടികൂടുകയും മനുഷ്യർക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും പരലോകത്തുമായി അള്ളാഹു അവൻ്റെ വിധി, അവൻ്റെ നീതി അള്ളാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കുകയും ചെയ്യും. അതേ സന്ദർഭത്തിൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന വിശ്വാസികൾക്ക് ഈ ലോകത്തും പരലോകത്തും വമ്പിച്ച പ്രതിഫലം നൽകാനും അവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകാനും അവരുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് വിശ്വാസികൾ മനസ്സിലാക്കുക, ഒരു രാജ്യത്തിലെയും ഭരണമാറ്റം അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബേജാറിൻ്റെ ഒരു വിഷയമേ അല്ല. അവരുടെ യഥാർത്ഥ രാജാവ് മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ, ഒരു രാജ്യത്തിലെ മൊത്തം ഭരണ സംവിധാനവും എല്ലാ നിലക്കുമുള്ള അതിൻ്റെ സൈനിക സംവിധാനങ്ങളും നാം ഇഷ്ടപ്പെടുന്ന, നമുക്കിഷ്ടമുള്ള, ജനങ്ങളോട് നീതി കാണിക്കുന്ന, ജനങ്ങളോട് കരുണ കാണിക്കുന്ന ഒരു ഭരണമാണ് എന്ന് വിചാരിക്കുക, ഒരു രാജ്യത്ത് മൊത്തം. എന്നാൽ അതിൽ ഏതെങ്കിലും ഒരു ചെറിയ പ്രദേശത്തുള്ള ഒരു ചെറിയ ഭരണ സംവിധാനത്തിൻ്റെ ഒരു ശാഖയിൽ അതിക്രമം കാണിക്കുന്ന, അനീതി കാണിക്കുന്ന ഒരാളുണ്ട് എന്ന് കരുതുക. എന്നാൽ അത് ഈ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള നീതിയെ, നന്മയെ ബാധിക്കുന്നൊരു വിഷയമാണോ? അല്ല. അതുകൊണ്ട് തന്നെ അതൊരു വലിയ അസമാധാനത്തിന് കാരണമായി തീരുമോ? ഇല്ല. എങ്കിൽ അതേപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് അനീതി കാണിക്കുന്ന, അതിക്രമം കാണിക്കുന്ന ഒരു ഭരണകൂടം വന്നു എന്ന് കരുതുക. അതുകൊണ്ട് വിശ്വാസികൾക്ക് ബേജാറിൻ്റെ പ്രശ്നമില്ല. കാരണം ആകാശഭൂമികളുടെ മുഴുവൻ ആധിപത്യം അള്ളാഹുവിൻ്റെ കൈകളിലാണ്. ഈ ഭരിക്കുന്ന ആളുകളെയും അവരുടെ ആധിപത്യവും അള്ളാഹുവിൻ്റെ കൈകളിലാണ്. അവരുടെ ആയുസ് അള്ളാഹു നിശ്ചയിച്ച കൃത്യസമയത്ത് അവർക്ക് മരിക്കേണ്ടി വരും. ഒരു ക്രൂരനായ ഭരണാധികാരിക്കും സ്ഥിരവാസമുണ്ടായിട്ടില്ല. ഒരു മോശക്കാരനായ, അതല്ലെങ്കിൽ ഒരുപാട് സാമ്രാജ്യത്തിൻ്റെ ഉടമകൾ
അവർക്കിവിടെ സ്ഥിരവാസമുണ്ടായിട്ടുണ്ടോ? ആർക്കും സ്ഥിരവാസമില്ല. അവർക്ക് രോഗങ്ങളുണ്ടാവാറുണ്ട്, അവർ പ്രയാസപ്പെടാറുണ്ട്, അവർ കഷ്ടപ്പെടാറുണ്ട്, ആത്യന്തികമായി അവർക്ക് മരണം സംഭവിക്കാറുണ്ട്. അവരുടെ മുടികൾ നരയ്ക്കുന്നത് പോലും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. ആധിപത്യം അവർക്കൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം അള്ളാഹുവിൻ്റെ കൈകളിലാണ്. എന്നാൽ ഒരു നിശ്ചിത കാലത്ത് ഭൂമിയിൽ അതൊക്കെ സംഭവിക്കുവാൻ അള്ളാഹു അനുമതി നൽകുന്നു. എന്തിനാണത്? വിശ്വാസികളെയും അവിശ്വാസികളെയും കപടവിശ്വാസികളെയും ആത്മാർത്ഥതയുള്ളവരെയും തിരിച്ചറിയുവാൻ, നരകത്തിന് അവകാശപ്പെട്ട ആളുകളുടെ പാപങ്ങൾ വർദ്ധിക്കുവാൻ, സ്വർഗാവകാശികളായ ആളുകൾക്ക് കൂടുതൽ കൂടുതൽ ദറജകൾ ലഭിക്കുവാനും അവർക്ക് ക്ഷമയും തൻ്റെടവും ലഭിക്കുക എന്നതൊക്കെ റഹ്മാനായ റബ്ബിൻ്റെ ഉദ്ദേശങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തൻ്റെടത്തോടുകൂടി ബുദ്ധിയുള്ള യുക്തിപരമായി കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന, ആ നിലക്ക് കാര്യങ്ങളോട് ഇടപഴകുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നാം പരിശ്രമിക്കണം. ഒരിക്കലും ഇതേപോലെയുള്ള ചർച്ചകൾ വിശ്വാസികളെ ഭീരുക്കളാക്കുവാൻ പാടില്ലാത്തതാണ്. തികഞ്ഞ ഉൾക്കാഴ്ചയോടുകൂടിയുള്ള സമീപനമായിരിക്കണം വിശ്വാസികൾക്കുണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.